ഔട്ടർ മണിപ്പൂർ MP ആയിട്ടുള്ള ആൽഫ്രഡ് BJPക്കെതിരെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വളരെ ശക്തമാണ്. 2023 മെയ് 3 ശേഷം ഒരൊറ്റ കേന്ദ്രമന്ത്രിയെ പോലും അങ്ങോട്ടേക്ക് കണ്ടിട്ടില്ല. മണിപ്പൂർ എന്താ ഇന്ത്യയുടെ ഭാഗമല്ലേ? ലോവസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകമാണ് മണിപ്പൂരിൽ. എന്നാൽ ഞങ്ങൾ നികുതി കൊടുക്കുന്നതിന് കയ്യും കണക്കുമില്ല. ഞങ്ങളുടെ കൂടെയുള്ളവർ, കൂടപ്പിറപ്പുകൾ, അവരുടെ ചോരയും നീരും ഈ രാജ്യത്തിനായി സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വംശീയ കലാപത്തിൽ മരിച്ചവർ നിസ്സാരമല്ല, അതിൻ്റെ തോത് വളരെ വലുതാണ്. നിങ്ങൾ ചിരിച്ച് കളിച്ച് രസിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയം മാത്രമേ പറയാനുള്ളൂ. ജനജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ല. ആൽഫ്രഡ് കത്തിക്കേറുമ്പോൾ നിർമ്മല സീതാരാമനെ മാത്രമല്ല, മൊത്തം നരേന്ദ്രമോദി സർക്കാരിൻ്റെ പിടിപ്പുകേടിനെ ചോദ്യം ചെയ്യുന്ന നിരവധിയായ കാര്യങ്ങൾ എടുത്ത് പറയുകയാണ് ചെയ്തത്. ഞങ്ങൾ ഇവിടെ വരുന്നത് നിങ്ങളുടെ സംഭാഷണം കേൾക്കാനല്ല, നിങ്ങളുടെ മാസ് ഡയലോഗുകൾ കേൾക്കാനുമല്ല, നിങ്ങൾ പറയുന്ന പൊള്ളയായ വാഗ്ദാനങ്ങൾ കേട്ട് പുളകിതരാകാനുമല്ല. ഞങ്ങളുടെ ജനങ്ങളെ പ്രതികരിച്ചാണ് വരുന്നത് ഇവിടെ. ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾ നേടിയെടുക്കാൻ, ഞങ്ങളുടെ ആളുകൾക്ക് വേണ്ടി, അവരുടെ ജനജീവിതത്തിന് വേണ്ടി ആണ് ഞങ്ങളിവിടെ പ്രതികളായി വരുന്നത്. അവരാണ് ഞങ്ങളെ ജയിപ്പിച്ചു വിട്ടത്. അവരെ മറന്നുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മെയ്തി കൂഗി വംശീയ ഹത്യയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അവിടുത്തെ മുഖ്യമന്ത്രിയായ N ബീരൻ സിംഗ് എന്ന് പറയുന്ന പിടിപ്പുകെട്ട വ്യക്തിയെ മാറ്റിയാൽ കുറേയധികം കാര്യങ്ങൾക്ക് ശമനമുണ്ടാകും. നിങ്ങളത് ചെയ്തോ? ഇല്ല. നിങ്ങൾ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഏത് നാണം കെട്ട രീതിയിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. N ബീരൻ സിംഗ് എന്ന വ്യക്തി ഇതിനോടകം തന്നെ വംശീയത കൃത്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വംശത്തെ ന്യായീകരിക്കാനും അവരെ രഹസ്യമായി സംരക്ഷിക്കാനും അവർക്ക് കൂടുതൽ പ്രചോദനം കൊടുത്ത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് വീണ്ടും വീണ്ടും ദുഃഖത്തോടെ പറയേണ്ടി വരുന്നു. യാഥാർത്ഥ്യം അതാണ്. എന്നിട്ടും നിങ്ങൾ അയാളെ മാറ്റുന്നില്ല, അയാളെ പരിപോഷിപ്പിക്കുന്നു. അയാൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും വാദിക്കുന്നു. പ്രധാനമന്ത്രിക്ക് ഞങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ പേര് പറയാൻ പോലും ഭയമാണ്. അങ്ങനെയുള്ള പ്രധാനമന്ത്രിയെ ഈ രാജ്യത്തിന് എന്തിനു വേണം? ഈ രാജ്യത്തിൻ്റെ ഒരു മൂലയിൽ ഇത്രയധികം പ്രശ്നമുണ്ടായിട്ടും 1.5 കൊല്ലമായി ഈ സംഭവം നടന്നിട്ടും നിങ്ങൾക്കാർക്കും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞങ്ങളെപ്പോലുള്ളവരെ ഇങ്ങനെ പിച്ചു ചീന്താൻ നിന്നുകൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ആൽഫ്രഡ്.